ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തങ്ങളുടെ ദൗത്യത്തിനു ശേഷം വിശ്രമിക്കുന്ന കടൽ കൊള്ളക്കാരെയാണ് കാണിക്കുന്നത്. ഈ ഒരു സമയത്ത് അക്കൂട്ടത്തിലുണ്ടായിരുന്ന യുവാവ് നേരം പോക്കിനായി കാട്ടിലേക്ക് നടക്കുകയാണ്. ഈ സമയത്ത് ആ യുവാവ് അവിടെ നിഗൂഢമാർന്ന ഒരു ഗുഹ കാണാനിടയായി. ജിജ്ഞാസയോടെ അവൻ അതിനകത്തേക്ക് പ്രവേശിച്ചു. ഈ ഒരു സമയത്ത് വിചിത്രമായ എന്തൊക്കെയോ ശബ്ദങ്ങൾ അവൻ കേൾക്കാനിടയായി. പൊടുന്നനെ എന്തോ ഒന്ന് അവനെ പാതാളത്തിലേക്ക് വലിച്ചുകൊണ്ടുപോയി. ശേഷം കാണിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കായി തിരച്ചിൽ നടത്തുന്ന തൈക്കോൺ എന്ന കോടീശ്വരനെയാണ്. ഈ ഒരു സമയത്ത് അവനൊപ്പം സുന്ദരിയായ അവൻ്റെ കാമുകിയും ഉണ്ടായിരുന്നു. പുരാവസ്തുക്കൾ തിരയുന്നതിനായി ഒരു ശാസ്ത്രജ്ഞയെയും തൈക്കോൺ കൊണ്ടുവന്നിരുന്നു. മാത്രവുമല്ല, തൻ്റെ സുരക്ഷയ്ക്കായി കൂലിപ്പടയെ നിയോഗിച്ചുകൊണ്ടാണ് തൈക്കോൺ ഈ ഒരു യജ്ഞത്തിന് ഇറങ്ങിയിരുന്നത്. അക്കൂട്ടത്തിൽ സൈന്യത്തിൽ നിന്നും വിരമിച്ചിരുന്ന മൈക്കിൾ എന്ന പട്ടാളക്കാരനുമുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അവിടെയുണ്ടായിരുന്ന ഗുഹയ്ക്കുള്ളിലേക്ക് പോയിരുന്ന കൂലിപ്പടയിലെ ഒരാൾ എവരെയും പേടിപ്പിക്കാനായി കയ്യിൽ കിട്ടിയ തലയോട്ടിയുമായാണ് പുറത്തേക്ക് വന്നിരുന്നത്. എന്നാൽ അയാളുടെ ആ ഒരു തമാശ തൈക്കോണിനെ തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിനാൽ തന്നെ തൈക്കോണ് കൂലിപ്പടയുടെ ലീഡറായിരുന്ന ടിനോയ്ക്ക് താക്കീത് നൽകിയിരുന്നു. സയൻറ്റിസ്റ്റിനെയും കൂട്ടി തൈക്കോൺ ഗുഹയ്ക്കുള്ളിലേക്ക് പോയതോടെ അവരെന്താണ് തിരയുന്നതെന്ന് തനിക്കറിയാമോ എന്ന് മൈക്കിൾ ടിനോയോട് ചോദിച്ചു. ഇല്ലെന്ന് ടിനോയ് മൈക്കിളിന് മറുപടി നൽകി. മുന്നോട്ടേക്ക് നീങ്ങിയ സംഘം പിന്നീട് അടച്ചുപൂട്ടിയിരുന്ന ഒരു ഖനിയുടെ സമീപത്തേക്ക് എത്തിച്ചേരുകയാണ്. ആ ഖനി നോക്കി നടത്തിയിരുന്നത് ഡച്ചുകാരായിരുന്നെന്നും പിന്നീട് ജപ്പാൻ അത് ഏറ്റെടുത്തെന്നും അതിനുശേഷം അവർ യുദ്ധസമയത്ത് ഈ ഖനി ബങ്കറായി ഉപയോഗിച്ചിരുന്നെന്നും മൈക്കിൾ ഏവരെയും അറിയിച്ചു. എന്തിനാണ് നീ തൈക്കോണിനൊപ്പം പ്രവർത്തിക്കുന്നതെന്ന് പിന്നീട് മൈക്കിൾ സയൻറ്റിസ്റ്റിനോട് ചോദിച്ചു. ഞാൻ അവനു വേണ്ടി പ്രവർത്തിക്കാൻ വന്നതല്ലെന്നും ചരിത്രത്തെപ്പറ്റി പഠിക്കാൻ വന്നതാണെന്നും സയൻറ്റിസ്റ്റ് അവന് മറുപടി നൽകി. ഖനിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് മൈക്കിൾ അത് സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് അപ്രതീക്ഷിതമായി കടൽ കൊള്ളക്കാർ അവർക്കു നേരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു. അതോടുകൂടി മറ്റു മാർഗമില്ലാതെ അവരേവരും ആ ഒരു ഖനിയിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിക്കയറുകയാണ്. നിർഭാഗ്യവശാൽ അവസാനത്തെ പടയാളി കടക്കുന്നതോടുകൂടി കടൽ കൊള്ളക്കാർ ഗുഹാമുഖത്തേക്ക് ഗ്രേനേഡ് എറിഞ്ഞു. അതോടെ ഗ്രേനേഡ് ചിന്നിച്ചിതറി ഖനിയുടെ പ്രവേശന കവാടം തകർന്ന് അടയുകയാണ്. അല്പസമയത്തിനു ശേഷം തെറിച്ചു വീണവരും പതുക്കെ എഴുന്നേറ്റു. ഗുഹാമുഖത്ത് കുടുങ്ങിപ്പോയ ആ ഒരു പട്ടാളക്കാരൻ്റെ കാലുകൾ ഒടിഞ്ഞിരുന്നു. ഏവരും ചേർന്ന ആ പട്ടാളക്കാരനെ അവശിഷ്ടങ്ങൾക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വലിച്ചെടുത്തു. കടൽ കൊള്ളക്കാരുടെ ആക്രമണം മനഃപൂർവ്വം ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണോ എന്ന് സംഘത്തിലുണ്ടായിരുന്നവർക്ക് സംശയമായി. സത്യത്തിൽ നിങ്ങളെന്താണ് തിരയുന്നതെന്ന് മൈക്കിൾ തൈക്കോണിനോട് ചോദിക്കുകയാണ്. പക്ഷേ തൈക്കോൺ അത് വെളിപ്പെടുത്താൻ സന്നദ്ധനായിരുന്നില്ല. പുറത്തു കടക്കാൻ മറ്റേതെങ്കിലും വഴി കാണുമെന്നും നമുക്ക് മുന്നോട്ടേക്ക് നീങ്ങാമെന്നും മൈക്കിൾ ഏവരോടും പറഞ്ഞു. അങ്ങനെ അവർ ആ ഒരു ഖനിക്കുള്ളിലൂടെ മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. നിഗൂഢമാർന്ന ആ ഖനിയുടെ ഉൾവശം കണ്ടതോടെ തൈക്കോൺ എന്താണ് തിരയുന്നതെന്ന് മൈക്കിൾ ആവർത്തിച്ച് ചോദിച്ചു. എന്നിട്ടും തൈക്കോൺ അത് വെളിപ്പെടുത്താതെ വന്നതോടെ മൈക്കിളും തൈക്കോണും തമ്മിൽ ഒരു വാക്കേറ്റം ഉടലെടുത്തു. അതോടെ മൈക്കിളിനൊപ്പം ഉണ്ടായിരുന്ന സയൻറ്റിസ്റ്റായ യുവതി കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അവർ ഒരു ജാപ്പനീസ് സൈനിക കമാൻഡറുടെ നിധിശേഖരം തിരയുകയാണെന്ന് അവൾ വെളിപ്പെടുത്തി. എന്നാൽ അവരാ പറഞ്ഞത് വിശ്വസിക്കാതെ മൈക്കിൾ തൈക്കോണിനെ മർദ്ദിക്കാനൊരുങ്ങി. നമുക്കെങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്നും അതിനാണിപ്പോൾ പ്രാധാന്യം നൽകേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ടിനോയ് മൈക്കിളിനെ പിടിച്ചുമാറ്റി. അങ്ങനെ പുറത്തേക്കുള്ള വഴി കണ്ടെത്താനായി അവർ നിഗൂഢമാർന്ന ഖനിയിലൂടെ മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. എന്നാൽ പൊടുന്നനെ ആ ഖനിക്കുള്ളിലെ ലൈറ്റുകൾ ഓണായി. മാത്രവുമല്ല, ഈ ഒരു സമയത്ത് ഒരു യുദ്ധഗാനം ആരോ അവിടെ ഉച്ചത്തിൽ പ്ലേ ചെയ്തിരുന്നു. ഇത് കേട്ടവരേവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കാരണം വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്ന ഖനിയിൽ ആരാണ് പാട്ട് പ്ലേ ചെയ്യുന്നത്? ഇത് ചിലപ്പോൾ ഖനിയുടെ തകരാർ മൂലം തനിയെ സംഭവിച്ചതാകാമെന്ന് തൈക്കോൺ ടിനോയോട് പറഞ്ഞു. മാത്രവുമല്ല, ഖനിയുടെ കവാടം അടഞ്ഞു കിടക്കുന്നതിനാൽ മറ്റാരും ഇവിടേക്ക് വരാൻ സാധ്യതയില്ലെന്നും അവൻ ടിനോയെ അറിയിച്ചു. ഇതൊരു നല്ല സൂചനയാണെന്നും മറ്റാരെങ്കിലും ഇവിടേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഖനിയിലേക്ക് കടക്കാൻ മറ്റേതെങ്കിലും വഴിയുണ്ടാകുമെന്ന് മൈക്കിൾ ഏവരോടും പറഞ്ഞു. പിന്നീട് അവരവിടെ കുറച്ച് രേഖകളും
പഴയ കാലത്തെ ചില ഗ്രന്ഥങ്ങളുമെല്ലാം കാണാനിടയായി. അതോടെ ഇത് ആ ഒരു ജപ്പാൻ കമാൻഡറുടെ ഒളിത്താവളങ്ങളിൽ ഒന്നായിരിക്കുമെന്ന് തൈക്കൂൺ കണക്കുകൂട്ടി. ഈ ഒരു സമയത്ത് മാസ്ക് അണിഞ്ഞൊരാൾ അവരെ വീക്ഷിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവരാരും അയാളെ കണ്ടിരുന്നില്ല. ഇത് സാധാരണ ഒരു ബങ്കർ മാത്രമായി തോന്നുന്നില്ലെന്ന് മൈക്കിൾ തൈക്കൂണിനോട് പറഞ്ഞു. അവിടുത്തെ രേഖകളിൽ നിന്നും ഇതൊരു ബയോളജിക്കൽ പരീക്ഷണശാലയായിരുന്നെന്ന് സയൻറ്റിസ്റ്റായ യുവതി വെളിപ്പെടുത്തി. പുറത്തേക്കുള്ള വഴി തേടി സംഘം പിന്നെയും മുന്നോട്ടേക്ക് നീങ്ങി. കൂടെയുണ്ടായിരുന്ന പരിക്കേറ്റ സൈനികനെ അവർ അവിടെ കിടത്തി. മൈക്കിളും സയൻറ്റിസ്റ്റും ഉൾപ്പെടെയുള്ള 3 പേർ സൈനികനെ കൂട്ടായി അവിടെ നിന്നു. തൈക്കൂൺ അടക്കമുള്ള ബാക്കിയുള്ളവർ തിരച്ചിലിനായി മുന്നോട്ടേക്ക് നീങ്ങി. അങ്ങനെ ടിനോയ് അടക്കമുള്ള സംഘം ജയിൽ പോലെയുള്ള റൂമുകളിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് നൽകിയിരുന്ന ഒരു ഹെൽമെറ്റ് തൈക്കൂൺ കാണാനിടയായി. ആ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരുന്നത് ജപ്പാനീസ് സൈന്യം പിടികൂടിയിരുന്ന യുദ്ധ തടവുകാരെയായിരുന്നെന്ന് അതിൽ നിന്നും മനസ്സിലായി. പരീക്ഷണങ്ങൾക്ക് വേണ്ടിയായിരിക്കും ജപ്പാനീസ് സൈന്യം അവരെ ഇവിടെ പൂട്ടിയിട്ടതെന്ന് ടിനോയ് അഭിപ്രായപ്പെട്ടു. എന്നാൽ തൈക്കൂൺ അത് നിഷേധിച്ചു. ഈ സംഭവങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയായിരുന്നു സയൻറ്റിസ്റ്റ് തൈക്കൂണിൻ്റെ ഗ്രൂപ്പിൽ ചേർന്നിരുന്നത്. ഈ സമയത്ത് പരിക്കേറ്റിരുന്ന സൈനികൻ തറയിലെ മണ്ണ് തനിയെ ഇളകുന്ന നിഗൂഢമാർന്നൊരു കാഴ്ച കണ്ടു. ഉടനെ ആ ഒരു സൈനികനെ എന്തോന്ന് ആ ദ്വാരത്തിനകത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയാണ്. അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയ ടിനോയടക്കമുള്ളവർക്ക് മ്യൂട്ടൻ്റായ ഒരു മനുഷ്യനെയാണ് കാണാനായി സാധിച്ചത്. അതെന്താണെന്നറിയാമോ എന്ന് മൈക്കിൾ സയൻറ്റിസ്റ്റിനോട് ചോദിച്ചു. പക്ഷേ അവളും അത്തരത്തിലൊരു ജീവിയെ ആദ്യമായിട്ടായിരുന്നു കണ്ടിരുന്നത്. ഉടനെ സംഘത്തിലുണ്ടായിരുന്ന 3-ാമൻ പരിക്കേറ്റ സൈനികനെ രക്ഷിക്കാനായി ആ ഒരു കുഴിയിലേക്ക് എടുത്തു ചാടി. അയാൾക്ക് പുറകെ മൈക്കിളും സയൻറ്റിസ്റ്റും ആ ഒരു കുഴിയിലേക്ക് ചാടുകയാണ്. മണ്ണിനടിയിലൂടെയുള്ള തുരങ്കപാതയിലൂടെ അവർ മുന്നോട്ടേക്ക് നീങ്ങി. അങ്ങനെ അവർ കൊല്ലപ്പെട്ട നിലയിൽ പരിക്കേറ്റിരുന്ന ആ ഒരു പട്ടാളക്കാരൻ്റെ മൃതശരീരം കാണാനിടയായി. എന്നാൽ പൊടുന്നനെ മാസ്ക് അണിഞ്ഞിരുന്ന ഒരാൾ മൈക്കിളിനെ ആക്രമിക്കുകയും ഇരുവരെയും പിടികൂടുകയുമാണ്. ഇതേ നേരം മൈക്കിളിനൊപ്പം തുരങ്കത്തിലേക്ക് ചാടിയിരുന്ന ആ ഒരു പട്ടാളക്കാരൻ വിശാലമായൊരു അറയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ആ ഒരു സ്ഥലത്ത് നിരവധി മനുഷ്യരുടെ അസ്ഥിക്കൂടങ്ങളുണ്ടായിരുന്നു. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കൊല്ലപ്പെട്ടിരുന്ന ആ ഒരു കടൽ കൊള്ളക്കാരൻ്റെ മൃതശരീരം അവിടെ വികൃതമാക്കപ്പെട്ട നിലയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഉടനെ ഒരു മ്യൂട്ടൻ്റ് അവന് നേരെ ചാടി വീഴുകയും അവനതിനെ വെടിവെച്ചിടുകയും ചെയ്തു. താമസിയാതെ തന്നെ മറ്റൊരു മ്യൂട്ടൻ്റ് അങ്ങോട്ടേക്കെത്തി അവൻ്റെ തോക്ക് തട്ടിയെടുത്ത് ഓടിമാറി. ഉടനെ മ്യൂട്ടൻ്റെ പുറകിൽ നിന്നും അവനെ പിടികൂടി അവൻ്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. എങ്കിലും അവൻ ആ മ്യൂട്ടൻറ്റിനെ ധീരമായി നേരിടുകയും അതിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അല്പസമയത്തിനകം തന്നെ അതേപോലെയുള്ള നിരവധി മ്യൂട്ടൻറ്റുകൾ ചേർന്ന് അവനെ വളഞ്ഞു. ശേഷം ആ മ്യൂട്ടൻറ്റുകളെല്ലാം ചേർന്ന് അതിക്രൂരമായി അവനെ കൊലപ്പെടുത്തുകയാണ്. ഒരു സമയത്താണ് മുഖംമൂടിധാരി പിടികൂടിയിരുന്ന മൈക്കിളിനും സയൻറ്റിസ്റ്റിനും ബോധം വരുന്നത്. നിങ്ങളിപ്പോൾ ജപ്പാനീസ് സൈന്യത്തിൻ്റെ തടങ്കലിലാണെന്ന് മുഖംമൂടിധാരി സയൻറ്റിസ്റ്റിനോട് പറഞ്ഞു. അയാൾ സംസാരിച്ചിരുന്നത് ജപ്പാനീസ് ഭാഷയിലായിരുന്നതിനാൽ സയൻറ്റിസ്റ്റ് അത് മൈക്കിളിനെ വിവർത്തനം ചെയ്തു കൊടുത്തു. ഏകദേശം 70 വർഷമായി ബംഗറിൽ താമസിച്ചിരുന്ന ആ ഒരു ജപ്പാനീസ് സൈനികനെ യുദ്ധം കഴിഞ്ഞ കാര്യം അറിയില്ലായിരുന്നു. യുദ്ധമെല്ലാം അവസാനിച്ചെന്ന് സയൻറ്റിസ്റ്റ് ആ ഒരു സൈനികനോട് പറഞ്ഞെങ്കിലും അയാളത് വിശ്വസിച്ചിരുന്നില്ല. ഉടനെ മൈക്കിൾ ആ ഒരു ജപ്പാനീസ് സൈനികനെ ആക്രമിക്കുകയാണ്. അയാളെ ഒന്നും ചെയ്യരുതെന്ന് സയൻറ്റിസ്റ്റ് മൈക്കിളിനോട് പറഞ്ഞു. പിന്നീട് മൈക്കിൾ ദുർഗന്ധം വമിച്ചിരുന്ന ആ മനുഷ്യൻ്റെ മുഖം മൂടി അഴിച്ചുമാറ്റി. സോംബിയെപ്പോലെ തോന്നിപ്പിച്ചിരുന്ന ഭീതി ജനിപ്പിക്കുന്ന ഒരു മുഖമായിരുന്നു അയാളുടേത്. ശേഷം സയൻറ്റിസ്റ്റ് ജപ്പാനീസ് സൈന്യം കീഴടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ തൻ്റെ ടാബെടുത്ത് അയാളെ കാണിച്ചു. അപ്പോഴാണ് വർഷങ്ങളേറെ കടന്നുപോയെന്നും 1945 ജപ്പാൻ സൈന്യം കീഴടങ്ങിയെന്നുമുള്ള സത്യങ്ങൾ അയാൾ ഞെട്ടലോടെ തിരിച്ചറിയുന്നത്. അതോടെ അയാൾ അവിടെ മരിച്ചു കിടന്നിരുന്ന മറ്റൊരു സൈനികൻ്റെ മൃതശരീരത്തിലേക്ക് നോക്കി പൊട്ടിക്കരയുകയാണ്. ഈ ഒരു സമയത്ത് തൈക്കൂണും ബിനോയും തങ്ങൾ നിന്നിരുന്ന റൂമിൽ നിന്നും പുറത്തേക്ക് കടക്കാനായി ശ്രമിക്കുകയായിരുന്നു. ഉടനെ അവിടേക്ക് നുഴഞ്ഞു കയറിയ ഒരു മ്യൂട്ടൻ്റെ എല്ലിൻ കഷ്ണം ഉപയോഗിച്ച് തൈക്കൂണിൻ്റെ നെഞ്ചത്ത് കുത്തി. ഈ ഒരു കാഴ്ച കണ്ട ടിനോയ് മ്യൂട്ടൻറ്റിനു നേരെ നിറയൊഴിച്ചു. അതോടെ അത് അവനു നേരെ തിരിഞ്ഞു. അതോടെ ടിനോയ്ക്കൊപ്പമുണ്ടായിരുന്ന സൈനികൻ മ്യൂട്ടൻറ്റിനു നേരെ നിറയൊഴിക്കുകയാണ്. എന്നിരുന്നാലും മ്യൂട്ടൻ്റെ ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയാണ്.
അതോടെ ആ സൈനികൻ കയ്യിൽ കിട്ടിയ ഒരു ലോഹദണ്ഡ് ഉപയോഗിച്ച് മ്യൂട്ടൻറ്റിനെ കുത്തിക്കൊലപ്പെടുത്തി. ഇതേ നേരം മൈക്കിളും സയൻറ്റിസ്റ്റും ജപ്പാനീസ് സൈനികനോട് വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. വർഷങ്ങളോളം ഗനിക്ക് കാവൽ നിന്നിരുന്ന 2 സൈനികരിൽ ഒരാളായിരുന്നു അദ്ദേഹം. 1945 ജപ്പാനീസ് സൈന്യം യുരിഗനി മുദ്രവെച്ചു. അന്ന് കീഴടങ്ങാൻ ആഗ്രഹിച്ചിരുന്ന തൻ്റെ സഹപ്രവർത്തകനെ ഈ ഒരു സൈനികൻ കൊലപ്പെടുത്തിയിരുന്നു. തങ്ങൾ കൊന്നിരുന്ന മ്യൂട്ടിൻ്റെ ഒരു യുദ്ധ തടവുകാരനായിരുന്നെന്ന് ടിനോയും സംഘവും തിരിച്ചറിഞ്ഞു. യുദ്ധ തടവുകാരിൽ ജപ്പാനീസ് സൈന്യം പരീക്ഷണങ്ങൾ നടത്തുകയും അങ്ങനെ അവർ മ്യൂട്ടൻ്റുകളായി മാറുകയുമായിരുന്നു. സൈനികരുടെ കരുത്തുകൂട്ടാൻ ജപ്പാനീസ് സൈന്യം അത്തരമൊരു പരീക്ഷണം തങ്ങളുടെ പട്ടാളക്കാരെല്ലാം നടത്തിയിരുന്നു. ആ പരീക്ഷണം ഒരു പരാജയമായിരുന്നു. മൈക്കിളിനോട് സംസാരിച്ചിരുന്ന ആ ഒരു പട്ടാളക്കാരൻ അതിൻ്റെ അവസാനത്തെ ഇരയായിരുന്നു. പരീക്ഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പട്ടാളക്കാരൻ മൈക്കിളിനോട് വെളിപ്പെടുത്തി. ഇതേസമയം ടിനോയും കൂട്ടരും മറ്റൊരു റൂമിലേക്ക് കടന്നിരുന്നു. അവിടെ പരീക്ഷണത്തിനായി കിടത്തിയിരുന്ന ഉണങ്ങി ദ്രവിച്ച നിലയിലുള്ള ഒരു യുദ്ധ തടവുകാരൻ്റെ ശരീരമുണ്ടായിരുന്നു. അതിൻ്റെ ആമാശയം കീറി തലച്ചോർ തുറന്നു വച്ച നിലയിലായിരുന്നു. അവിടെ സ്വർണ്ണ കഷ്ണങ്ങളും ഒരു സിറിഞ്ചിനകത്ത് സ്വർണ്ണ നിറത്തിലുള്ള എന്തോ ഒരു ദ്രാവകവും ഉണ്ടായിരുന്നു. കമാൻഡർ ഒളിപ്പിച്ചെന്ന് പറയപ്പെടുന്ന നിധി അതായിരിക്കുമെന്ന് തൈക്കൂൺ കണക്കുകൂട്ടി. ആ ഒരു സത്യം തിരിച്ചറിഞ്ഞതോടെ തൈക്കൂണിൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. ഒരു പക്ഷേ ഈ സിറിഞ്ചിനകത്തുള്ള ദ്രാവകത്തിന് സ്വർണ്ണത്തേക്കാളേറെ വിലമതിക്കുമെന്ന് തൈക്കൂണിൻ്റെ കാമുകി അവനോട് പറഞ്ഞു. ഇത് കുത്തിവെച്ചാൽ ആളുകളെ മ്യൂട്ടൻ്റുകളാക്കി മാറ്റാൻ സാധിക്കുമെന്നും അവൾ അവനെ അറിയിച്ചു. അങ്ങനെ ടിനോയ് അറിയാതെ അവർ ആ സിറിഞ്ച് കൈവശം വയ്ക്കുകയാണ്. ഈ ഒരു സമയത്ത് ടിനോയും സഹായിയും ചേർന്ന് അവിടെയുണ്ടായിരുന്ന ഒരു ഇരുമ്പ് വാതിൽ തുറക്കുകയാണ്. അതിനകത്ത് പരീക്ഷണങ്ങൾ നടത്തി നിർമ്മിച്ചെടുത്തിരുന്ന ഒരു സൈന്യമാണ് ഉണ്ടായിരുന്നത്. ടിനോയും സംഘാംഗവും അവർക്ക് നേരെ നിറയൊഴിച്ചെങ്കിലും ആ സൈന്യം മുന്നോട്ടേക്ക് പാഞ്ഞെടുക്കുകയാണ്. ആ സൈന്യം ടിനോയെ ആക്രമിച്ചതോടെ അവനും സംഘാംഗവും അവിടെ നിന്നും പുറത്തേക്ക് പാഞ്ഞു. എത്രയും വേഗം ഓടി രക്ഷപ്പെടാനായി ടിനോയ് തൈക്കോണിനോട് വിളിച്ചു പറഞ്ഞു. എന്നാൽ വാതിലടയ്ക്കാനുള്ള ശ്രമത്തിനിടെ ടിനോയിയുടെ സഹായിയെ ആ സൈന്യം കൊലപ്പെടുത്തി. ടിനോയും കൂട്ടരും അവിടെയുണ്ടായിരുന്ന ഡ്രെയിനേജിലൂടെ ആ സൈനികരുടെ പക്കൽ നിന്നും ഓടിമാറി. അങ്ങനെ അവർ മൂവരും മ്യൂട്ടൻ്റുകൾ കൂട്ടം കൂടി കൊലപ്പെടുത്തിയിരുന്ന ആ ഒരു സൈനികൻ്റെ മൃതശരീരത്തിനരികിലേക്ക് എത്തിച്ചേരുകയാണ്. ടിനോയ് അത് പരിശോധിക്കുന്നതിനിടയിൽ ഒരു മ്യൂട്ടൻ്റ് തൈക്കോണിനെ ആക്രമിച്ചു. ഇത് കണ്ട ടിനോയ് കയ്യിൽ കിട്ടിയ എല്ലിൻ കഷ്ണമെടുത്ത് മ്യൂട്ടൻ്റിനെ കുത്തി അതിനെ കൊലപ്പെടുത്തുകയാണ്. ഇതേസമയം തൈക്കോണിൻ്റെ കാമുകി തന്നെ ആക്രമിക്കാനെത്തിയ മ്യൂട്ടൻ്റിനെ സമാന രീതിയിൽ കൊലപ്പെടുത്തിയിരുന്നു. ശേഷം മൂവരും ഡ്രെയിനേജിലൂടെ മുന്നോട്ടേക്ക് നീങ്ങുകയും മൈക്കിളിൻ്റെ പക്കലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. എങ്ങനെയാണ് ഇവിടെ നിന്നും രക്ഷപ്പെടുക എന്ന് ടിനോയ് മൈക്കിളിനോട് ചോദിച്ചു. ജപ്പാനീസ് സൈനികരിൽ നിന്നും കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മ്യൂട്ടൻ്റുകൾ ഇരപിടിക്കാനായി പുറത്തു പോകാറുണ്ടെന്നും നമുക്ക് അതുവഴി രക്ഷപ്പെടാമെന്നും മൈക്കിൾ ടിനോയോട് പറഞ്ഞു. ഇതേ നേരം രക്തം വാർന്ന് തൻ്റെ കാമുകൻ മരണപ്പെടുമെന്നുള്ള ഭയം മൂലം തൈക്കൂണിൻ്റെ കാമുകി കയ്യിലുണ്ടായിരുന്ന ഇഞ്ചക്ഷൻ തൈക്കൂണിൻ്റെ ദേഹത്തേക്ക് കുത്തിവെച്ചു. അവൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് താനിത് ചെയ്തതെന്ന് അവൾ മറ്റുള്ളവരോട് പറഞ്ഞു. പൊടുന്നനെ പരീക്ഷണത്തിലൂടെ നിർമ്മിച്ചിരുന്ന ആ പ്രാചീന രൂപത്തിലുള്ള പട്ടാളക്കാർ അവരെ ആക്രമിക്കാനായി അവരുടെ പക്കലേക്കെത്തുകയാണ്. ജപ്പാനീസ് സൈന്യം കീഴടങ്ങിയതിൻ്റെ വിഷമത്തിൽ മൈക്കിളിന് പുറത്തേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തിരുന്ന ആ ഒരു ജപ്പാനീസ് സൈനികൻ പ്രാചീന സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുകയും അവർ ആ സൈനികനെ കൊലപ്പെടുത്തുകയും ചെയ്തു. പ്രാചീന സൈന്യം മ്യൂട്ടൻ്റുകളുടെ മാസ്കുകൾ മുറിച്ചുമാറ്റി അവരെ തങ്ങളോടൊപ്പം ചേർത്തു. അതോടെ ടിനോയുടെയും മൈക്കിളിൻ്റെയും ദേഹത്തേക്ക് മ്യൂട്ടൻ്റുകൾ ചാടി വീഴുകയാണ്. മൈക്കിളിൻ്റെ ജീവൻ രക്ഷിക്കാനായി കയ്യിൽ കിട്ടിയ പാറക്കഷ്ണമെടുത്ത് സയൻറ്റിസ്റ്റ് മ്യൂട്ടൻ്റിനെ തലക്കടിച്ചു കൊന്നു. ഇതേ നേരം കയ്യിൽ കിട്ടിയ കത്തിയെടുത്ത് കുത്തി ടിനോയും മ്യൂട്ടൻ്റിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ഇതേസമയം തൈക്കൂണിൻ്റെ കാമുകി അവിടെ ഉണ്ടായിരുന്നൊരു വാതിൽ തുറന്ന് അതിലൂടെ അവനെയും കൂട്ടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അവൾ ബാക്കിയുണ്ടായിരുന്നവരെ കൂട്ടാതെ ആ ഒരു ഡോറ് അടച്ചിട്ടിരുന്നു. ഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് തൈക്കൂണിൻ്റെ കാമുകി മ്യൂട്ടൻ്റുകൾ പുറത്തു പോകാനായി ഉപയോഗിച്ചിരുന്ന തുരങ്കം കാണാനിടയായി. അങ്ങനെ അവൾ തൈക്കൂണിനെയും കൂട്ടി അതുവഴി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. ആ തുരങ്കത്തിലൂടെ മുന്നോട്ടേക്ക് നീങ്ങിയവൾ
ഖനിയിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചേരുകയാണ്. തൻ്റെ കാമുകനായ തൈക്കൂണിനെ പുറത്തെത്തിക്കാനായി അവൾ വീണ്ടും തുരങ്കത്തിനുള്ളിലേക്ക് നീങ്ങി. നിർഭാഗ്യവശാൽ ഒരു സമയത്ത് ഇഞ്ചക്ഷൻ കുത്തിവെച്ചിരുന്ന തൈക്കൂൺ ഭ്രാന്തനായ ഒരു മ്യൂട്ടൻ്റായി മാറുകയാണ്. തൽക്ഷണം തന്നെ തൈക്കൂൺ അവൻ്റെ കാമുകിയെ നിഷ്കരണം കൊലപ്പെടുത്തുകയാണ്. ഇതേ നേരം പ്രാചീന സൈന്യം മൈക്കിളിനെയും ടിനോയെയും സയൻറ്റിസ്റ്റിനെയും വളഞ്ഞിരുന്നു. ഈ സമയത്ത് സയൻറ്റിസ്റ്റ് താഴെയായി ഒരു ഡ്രെയിനേജ് കാണാനിടയായി. ഇരുവരോടും രക്ഷപ്പെടാൻ പറഞ്ഞുകൊണ്ട് ടിനോയ് പ്രാചീന സൈന്യത്തെ നേരിടാനൊരുങ്ങി. അങ്ങനെ മൈക്കിളും സയൻറ്റിസ്റ്റും ആ ഒരു ഡ്രെയിനേജിലൂടെ രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. ഞൊടിയിടയിൽ തന്നെ അവിടേക്കെത്തിയ പ്രാചീന സൈന്യം ടിനോയെയും നിഷ്കരണം കൊലപ്പെടുത്തി. ഡ്രെയിനേജിലുണ്ടായിരുന്ന വെള്ളത്തിനടിയിലൂടെ പുറത്തേക്ക് കടക്കാനുള്ള വഴി സയൻറ്റിസ്റ്റ് കണ്ടെത്തി. അവളതിലൂടെ പുറത്തേക്ക് നീന്തിയെങ്കിലും മൈക്കിൾ രക്ഷപ്പെടുന്നതിനു മുൻപ് ഒരു പ്രാചീന സൈനികൻ അവിടേക്കെത്തി. സയൻറ്റിസ്റ്റിന് മാത്രമേ വെള്ളത്തിലൂടെ അവിടെ നിന്നും പുറത്തേക്ക് കടക്കുവാനായി സാധിച്ചിരുന്നുള്ളൂ. അങ്ങനെ തടാകത്തിലേക്ക് എത്തിപ്പെട്ടിരുന്നവൾ നീന്തി കരയിലേക്ക് കയറി. നിർഭാഗ്യവശാൽ അവൾക്ക് പിന്നാലെ ജപ്പാൻ സേന നിർമ്മിച്ചെടുത്തിരുന്ന ആ ഒരു പ്രാചീന സൈനികരും അവിടേക്ക് എത്തിയിരുന്നു. കയ്യിൽ കിട്ടിയ മരക്കൊമ്പെടുത്ത് അവൾ ആ സൈനികനെ നേരിടാനായി ശ്രമിച്ചു. എന്നാൽ ഈ ഒരു സമയത്ത് നിരവധി പ്രാചീന സൈനികർ ഖനിയിൽ നിന്നും പുറത്തേക്ക് പ്രവേശിക്കുകയാണ്. അവർ സയൻറ്റിസ്റ്റിനെ കൂടി കൊലപ്പെടുത്തുന്ന രംഗത്തോടെ ചിത്രം അവസാനിക്കുകയാണ്.